So this is how I repair my skin barrier from this to this. Before doing our skincare routine, എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ടു കോമ്പിനേഷൻ. ഡബിൾ ക്ലൻസിങ്ങിന് ഞാൻ എൻ്റെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ അനുവയുടെ ക്ലൻസിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇനി ആക്നെ പ്രോൺ ആണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ കോമ്പോഡജനിക് ക്ലൻസിങ് ഓയിലാണ്. സെക്കൻഡ് ക്ലൻസറിനായിട്ട് ഞാൻ ഇവിടെ സിമ്പിളിൻ്റെ ഈ റിഫ്രഷ് ഫേഷ്യൽ വാഷാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലോസ് കോമ്പൗണ്ട്സ് ഉണ്ടായപ്പോൾ ഞാൻ ചെയ്തൊരു ഏറ്റവും വലിയ അബദ്ധമായ കാര്യമാണ് സ്കിന്നിനെ എക്സ്ഫോളേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് പകരം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഹൈഡ്രേഷൻ ആൻഡ് സ്കിൻ ബാരിയർ റിപ്പയറിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് 7 സ്കിൻ മെത്തേഡ്. ഈ 7 സ്കിൻ മെത്തേഡ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും കൂടുതൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ടോണർ വന്നിട്ട് 7 പ്രാവശ്യം ലെയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് 7 സ്കിൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈഫൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഹാസ് ലിറ്ററലി റീപ്ലേസ് മൈ ഓൾ കൊറിയൻ ടോണേഴ്സ്. ഇനി അതൊന്ന് അബ്സർവ് ആയി കഴിഞ്ഞാൽ ഈ വീഡിയോയിലത്തെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് ഈ സ്കിൻ 104ന്റെ ഈ ഒരു സെൻട്രൽ ആംബ്യൂൾസർ ആണ്. ഇത് എൻ്റെ ഇൻഫ്ലമേഷനും റെഡ്നെസ്സും ഇറിറ്റേഷനും ഒക്കെ വിത്തിൻ 2 days കൊണ്ടാണ് പോക്കിയത്. നിങ്ങൾക്കും ഈ സെയിം കൺസേൺസ് ഉണ്ടെങ്കിൽ ദെൻ ഗോ ആൻഡ് ബൈ ദിസ് വൺ. അടുത്ത സ്റ്റെപ്പിലും ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സ്നെയിൽ മ്യൂസിൻ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. എൻ്റെ അതൊന്ന് വൺസ് അബ്സോർബ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറിനായിട്ട് ഈ ഒരു ക്ലേസിൻ്റെ ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ കാമിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രീംലി സെൻസിറ്റൈസ്ഡ് ആകുന്ന സ്കിന്നാണെങ്കിൽ കണ്ണും പൂട്ടിയത് വാങ്ങിച്ചോ ഇഫ് യു ഹാവ് ദ ബഡ്ജറ്റ്. ഓക്കെ, ബിക്കോസ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് ഞാൻ പുറത്തെടുക്കാറുള്ളൂ. ഈ ഒരു വീഡിയോ വന്നിട്ട് ഒരിക്കലും ചിക് ന്യൂട്രിയൻസ് പറഞ്ഞ ബ്രാൻഡിനെതിരെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അവരുടെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് വന്നിട്ട് ഞാൻ പേഴ്സണലി കല്യാണ സമയത്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ ദ ഓൺലി തിങ്സ് ഈ ഒരു സിറം എനിക്ക് ഒട്ടും തന്നെ വർക്കായെന്ന് മാത്രമല്ല, ഇറ്റ് ഗിവ് മീ ദി വേഴ്സ്റ്റ് സ്കിൻ ഓഫ് മൈ ലൈഫ്.